ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ബ്രൈഡ് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള ആര്യയാണ് കേട്ടോ. ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല. പക്ഷെ ബ്രൈഡ് റൂം എടുത്തത് പൂർണിമയിലായിരുന്നു, KK നടയിലുള്ള പൂർണിമയിൽ. അപ്പം ഞങ്ങൾ വേഗം അങ്ങോട്ടേക്ക് പോയി. മോർണിംഗ് ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആര്യയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മേക്കപ്പിനെ കുറിച്ചൊരു അഭിപ്രായങ്ങളൊന്നുമില്ല. ആൾക്ക് ആകെ വേണ്ടത് കേളി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ വേണമെന്നായിരുന്നു നമ്മളോട് സജഷൻ പറഞ്ഞിട്ടുള്ളത്. ആളൊരു പാവാണ് കേട്ടോ, ഒരു അഭിപ്രായങ്ങളും ഇല്ലാതെ ഇതുപോലെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ വർക്ക് ഞങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് ഒരു ടെൻഷനും കൂടെ ഇല്ലാതെ ചെയ്യാൻ പറ്റും. എനിക്ക് ബ്രൈഡിന്റെ ഫേസിൽ തോന്നിയ കാര്യം, ആര്യയ്ക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ട് ഒരു ലുക്കും, അതുപോലെ ഹെയർ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ലുക്കും, പിന്നെ സെക്കൻഡ് ലുക്കിൽ വേറൊരു ഫേസ് കട്ടും ആയിട്ടാണ് കേട്ടോ തോന്നിയത്. അത് നിങ്ങൾക്ക് വഴിയെ കാണാം എങ്ങനെയാണെന്ന്. ഗുരുവായൂർ അപ്കമിംഗ് ബ്രൈഡ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് വൈറ്റ് സാരി ആണെങ്കിൽ ഇതുപോലത്തെ റോസ് ഫ്ലവർ നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ബ്രൈഡിൻ്റെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഫേസ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റി. ഹെയർ സ്റ്റൈലും കഴിഞ്ഞ് സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. കുറച്ച് ഷൂട്ടൊക്കെ അവിടുന്ന് റൂമിൽ നിന്ന് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. നേരെ അത് കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് അവർ മണ്ഡപത്തിലേക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക്. വെഡിങ്ങും ഫോട്ടോഗ്രാഫിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മണിയോടെ കൂടിയിട്ടാണ് ബ്രൈഡ് റൂമിലേക്ക് വന്നത്. ഇതാ മേക്കപ്പ് ഒന്നും ആയിട്ടില്ല, അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് സെക്കൻഡ് ലുക്കാണ് ഇനി ചെയ്യാനുള്ളത്. ഉള്ള സമയത്ത് വേഗം ഞങ്ങൾ സെക്കൻഡ് സാരി ഡ്രേപ്പ് ചെയ്യാൻ നിന്നു. സെക്കൻഡ് ലുക്കിൽ സെയിം ഫ്ലവർ തന്നെ വെക്കേണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം അവരുടെ ഒരു ബൊക്കെ ഉണ്ടായിരുന്നു, അതിന്നാണ് നമ്മൾ ഫ്ലവർ എടുത്തിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ഫ്ലവർ വെച്ച് കൊടുത്തത്. അപ്പോൾ ഉള്ള സമയം കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ഒരുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റി. അപ്പം ആർക്കും ഭയങ്കര ഇഷ്ടമായി, അവരുടെ വീട്ടുകാർക്കും എല്ലാവർക്കും മേക്കപ്പ് ഒരുപാട് ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, പേജ് ഒന്ന് കയറിയിട്ട് ഫോളോ കൂടെ ചെയ്യാനായിട്ട്. അപ്പം ബൈ.